ഹലോ ഗൈസ്, എല്ലാവർക്കും പാലട പായസം ഇഷ്ടമല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ പാലട പായസമാണ്. അപ്പോൾ പാലട പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ 1.5 കപ്പ് മട്ട അരിയട എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതൊന്ന് നന്നായിട്ട് കുതിർന്ന് വന്നോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിവിടെ അടച്ചു വെച്ചിരിക്കാം. ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. 11 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1 ലിറ്റർ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 250 ml കപ്പാണ് ഞാനിവിടെ അളവിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. 5 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഈ 5 ലിറ്റർ പാൽ നമുക്കിതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ കുക്കറിൻ്റെ പകുതി വരെ ആയിട്ടുള്ളൂ കേട്ടോ. ഈ പാൽ നമ്മൾ പാലൊഴിക്കുമ്പോൾ കുക്കറിൻ്റെ പകുതി വരെ പാലാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് തിളച്ച് മറിഞ്ഞ് പൊന്തി പോവും. ഇനി ഇതൊരു നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ അട നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് നോക്കാം. അപ്പോൾ അടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ പിടിക്കുമ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി ഒന്ന് മാറ്റി വയ്ക്കാം. കുറച്ചായിട്ട് ഒരു വിസിലടിച്ചപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫുള്ള് പ്രഷർ കളഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ പാലൊക്കെ നല്ല പിങ്ക് കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആരും ഇപ്പം തന്നെ കയ്യിലിട്ടിട്ട് ഇളക്കാൻ പാടില്ല. കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ തിളച്ച് പൊന്തി പോവും. ചിലപ്പോൾ നമ്മുടെ മേത്തേക്കൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആരും അപ്പം തന്നെ കയ്യിലിട്ടിട്ട് ഇളക്കരുത്. നന്നായിട്ട് പാലൊക്കെ നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കയ്യിലിട്ടിട്ട് ഇളക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ തിളച്ച് നമ്മുടെ മേത്തേക്കൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. കാരണം ഓണം വിഷുവൊക്കെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നൊരു പായസമാണ് പാലട. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുക്കറിലൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അപകടം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ഉരുളിയിലേക്ക് ഒന്ന് അരിച്ചെടുക്കണം. കാരണം മേളിൽ കുറച്ച് പാടൊക്കെ ഇങ്ങനെ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പാടൊക്കെ ഒന്ന് മാറ്റി കളയാനായിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് പഞ്ചസാര മുന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ പാല് ഉരുളിയിൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും 1 കപ്പും കൂടി പഞ്ചസാര നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ടതിന് ശേഷം വീണ്ടും നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പാല് കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മധുരം ഒന്ന് നോക്കാം. എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കുതിർത്ത് കഴുകി വെച്ച അട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അട ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും, കട്ടയും കുത്താനും ചാൻസ് ഉണ്ട്. അപ്പോൾ അട ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കപ്പും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഈ അടയിലേക്കും കൂടി ഈ പഞ്ചസാര പിടിക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ അട ഇട്ടതിന് ശേഷം വീണ്ടും 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ 3.25 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അടയിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ഞാനിവിടെ ടോട്ടൽ ഈ പായസം ഉണ്ടാക്കാനായിട്ട് 1.5 മണിക്കൂറാണ് എടുത്തിരിക്കുന്നത്. അരമണിക്കൂർ നമ്മൾ കുക്കറിൽ പാൽ വേവിച്ചെടുക്കാനായിട്ട് എടുത്തു. 1 മണിക്കൂറോളം നമ്മൾ തീ അടുപ്പിൽ ഇതിങ്ങനെ ചൂടാക്കി വറ്റിച്ച് എടുക്കാനും എടുത്തു. അപ്പോൾ ടോട്ടൽ 1.5 മണിക്കൂർ എടുത്തു കേട്ടോ. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഇരിക്കും തോറും കുറച്ചും കൂടി ഇതൊന്ന് കുറുകി വരും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ കൊണ്ട് ഒന്ന് കോരുമ്പോൾ പാലും അടയും കൂടി ഒരുമിച്ച് വരും. കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഈ ഒരു പരുവത്തിൽ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ.
ഓക്കെ, ഇനി നമുക്ക് ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇത് കറക്റ്റ് പാകമാണ്. ഇത് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. ഇപ്പോൾ നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചു. നമ്മൾ പാൽ ഒഴിച്ചിട്ട് ഒരു ഭാഗം കാണുന്നില്ല, നമുക്ക് നമ്മൾ ആ ഒരു ഭാഗം വരെയാണ് പാലൊഴിച്ചത്. അവിടെ നിന്നും കുറച്ച് പകുതിയായിട്ട് പാല് വറ്റി വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ കളറ്, ഓൾറെഡി നമ്മൾ കുക്കറിൽ വയ്ക്കുമ്പോൾ ഈ കളറ് വരും. പക്ഷെ എന്നാലും ആ പാലിൻ്റെ ഒരു ചൊവ്വ മാറണമെങ്കിൽ നമ്മൾ അടുപ്പിൽ വെച്ച് ഇങ്ങനെ വറ്റിച്ച് എടുക്കണം. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റ് പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ശരിക്കും കല്യാണ സദ്യയിലെ അതേ പാലട പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബായ്, താങ്ക് യു.